തമിഴകം നാളെ വിധി എഴുതുകയാണ്. 234 മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ 5.25 കോടി വോട്ടർമാർ ജനാധിപത്യ പൊങ്കലിൽ പങ്കെടുക്കും. ഭരണം നിലനിർത്താൻ DMK-യും കേന്ദ്രം ഭരിക്കുന്ന BJP-യുടെ ആശീർവാദത്തിൽ AIDMK-യും ഒപ്പം വിജയുടെ TVK-യും പെരും പോരിലാണ്. TVK ട്രോജൻ കുതിരയാകുമോ എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഒടുവിലുയരുന്ന ചോദ്യം. പ്രചാരണ പരിപാടിയിൽ എവിടെയും വിജയിയുടെ പേര് പറയാതിരിക്കാൻ സ്റ്റാലിൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ പ്രചാരണത്തിലുടനീളം DMK മാത്രം ആക്രമിക്കാൻ വിജയിയും പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. വിജയ് പിടിക്കുന്ന വോട്ടുകൾ ആർക്കാണ് ദോഷം ചെയ്യുക, ആർക്ക് ഗുണം ചെയ്യും, പ്രചാരണത്തിലുടനീളം എന്തൊക്കെയാണ് സംഭവിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഫൈനൽ ആർഗ്യുമെന്റ് ആദ്യം സംസാരിക്കുന്നത്. പ്രമോദ്, തമിഴ്നാട്ടിലെ ഇലക്ഷൻ ഇത്തവണ വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ചും വനിതാ സംവരണ ബില്ലിൻ്റെ മറവിൽ ഡീലിമിറ്റേഷൻ നടത്തുകയും അങ്ങനെ സൗത്ത് ഇന്ത്യയെ പൂർണ്ണമായും ഭരണത്തിൽ നിന്ന് അകറ്റി നിർത്തുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളുടെ ഒരു രാഷ്ട്രീയ ചിന്ത BJP-യുടെ ഭാഗത്ത് നടക്കുന്ന ഒരു സന്ദർഭത്തിൽ കൂടിയാണ് തമിഴ്നാട്ടിൽ വീണ്ടും DMK തുടരണമെന്നുള്ള ആവശ്യം ഇന്ത്യ മുന്നണി ഉയർത്തുന്നത്. ഈ ഒരു ഘട്ടത്തിൽ ഒരു ഭാഗത്ത് വിജയിയുടെ പാർട്ടിയുണ്ട്. തുടക്കത്തിൽ വിജയ് ഒരിക്കലും ഒരു ഭീഷണിയാകില്ല എന്ന് DMK കരുതിയെങ്കിൽ പിന്നീട് പക്ഷേ വിജയിയുടെ ഓരോ പരിപാടിയിലും കൂടുന്ന ജനക്കൂട്ടം അത് വോട്ടായി മാറിയാൽ അത് ഭീഷണിയാകുമെന്ന് DMK അറിയുകയും ചെയ്യാം. മറുഭാഗത്ത് BJP അവരുടെ സർവ്വസന്നാഹങ്ങളും തമിഴ്നാട്ടിൽ ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഈ ഘട്ടത്തിൽ DMK-ക്ക് പ്രതീക്ഷയിൽ എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടോ? ഒരിക്കലുമില്ല എന്നാണ് ഞാൻ കരുതുന്നത്. DMK-യുടെ പ്രതീക്ഷ കുറയ്ക്കുന്ന ഒരു സാഹചര്യവും അവിടെ ഉണ്ടായിട്ടില്ല. TVK ഓഫ് കോഴ്സ് വിജയയുടെ ഒരു താരപരിവേഷത്തിൻ്റെ ഭാഗമായി മാത്രമല്ല അയാൾ ഉന്നയിക്കുന്ന അയാളുടെ ഒരു എന്താ പറയുക നോൺ കൺവെൻഷണൽ ആയിട്ടുള്ള ഒരു പ്രചാരണ രീതിയുടെ അതിനോട് താല്പര്യപ്പെട്ട് മാത്രമല്ല യുവത്വം ഇതെല്ലാം കൂടി പരിഗണിച്ച് ധാരാളം പേർ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് റാലികൾക്ക് എത്തുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ച് യുവാക്കളാണ് കൂടുതൽ, നമുക്കറിയാം അത്. അപ്പോൾ അതുകൊണ്ട് യുവാ വോട്ടർമാരെ നല്ല തോതിൽ സ്വാധീനിക്കാൻ ഒരുപക്ഷെ വിജയ്ക്ക് സാധിച്ചേക്കുമെന്ന പൊതു നിരീക്ഷണമാണ് ഉള്ളത്. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോരായ്മ എന്ന് പറയുന്നത് അദ്ദേഹം DMK-ക്കെതിരെയും BJP-ക്കെതിരെയും എന്ന നിലപാടെടുത്ത് നിൽക്കുന്നു എന്നുള്ളതാണ്. അത് ഒരർത്ഥത്തിൽ തമിഴ്നാടിൻ്റെ ഒരു പൊളിറ്റിക്സിന് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒന്നല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. DMK എന്നത് ഓക്കെ, DMK ഒരു പാർട്ടി എന്ന നിലയിൽ അവർക്ക് DMK എതിർക്കാം. ഇപ്പോഴത്തെ രാഷ്ട്രീയമായി ഞങ്ങൾ DMK-യെയും പ്രത്യയശാസ്ത്രപരമായി BJP-യെയും എതിർക്കുന്നുവെന്നാണ് വിജയ് പറയുന്നത്. പക്ഷേ അതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ DMK ഓൾറെഡി അവിടെ തമിഴ്നാടിൻ്റെ ഒരു ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ പാർട്ടിയാണ്. അത് ഈ തെരഞ്ഞെടുപ്പിലൂടെ നമുക്ക് കൂടുതൽ വ്യക്തമാകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സ്റ്റാലിൻ ഒരു വിഷയത്തെയും ഒരു പാർട്ടിയുടെ വിഷയമായിട്ടോ അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ മാത്രം തമിഴ്നാടിൻ്റെ മാത്രം വിഷയമായിട്ടോ ഒന്നുമില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രചാരണ രീതിയിൽ മുഴുവൻ വരുന്നതെന്ന് വെച്ചാൽ ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് നമ്മളെ ഭരിക്കാൻ വരുന്ന ആളുകളെ നമ്മൾ ചെറുക്കണം എന്നുള്ളതാണ്. അതായത് ഫെഡറലിസത്തിൻ്റെ ഒരു നായകനായി, അതിൻ്റെ ഒരു ക്യാപ്റ്റനായി, അതിൻ്റെ ഒരു വലിയ വക്താവായി അദ്ദേഹത്തെ ആളുകൾ അംഗീകരിച്ചു കഴിഞ്ഞ ഒരു സാഹചര്യമാണ്. അപ്പോൾ അതിന് കിട്ടുന്ന ഒരു എന്താ പറയുക തമിഴ് ജനതയുടെ ഒരു പിന്തുണയുണ്ട്. അതിനോട് എതിരിടാൻ നിൽക്കുന്ന വിജയിയെ സംബന്ധിച്ചിടത്തോളം അതിന് യാതൊരു സാധ്യതയില്ലാതെ പോവുകയാണ്. രണ്ടാമത് BJP അദ്ദേഹം കാര്യമായി എതിർക്കുന്നില്ല എന്നൊരു പരാതി ഒരുപക്ഷെ ഉയരാനും സാധ്യതയുണ്ട്. ഇത് രണ്ടും വിജയ്ക്ക് പ്രതികൂലമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ അദ്ദേഹം വോട്ട് പിടിക്കുന്നത് ആ രാഷ്ട്രീയത്തിൻ്റെ പേരിലാവാൻ സാധ്യതയില്ല. അദ്ദേഹത്തിൻ്റെ ഒരു എനർജി, അദ്ദേഹത്തിന് എന്താ പറയുക ഒരു പുതുമ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം തമിഴ് രാഷ്ട്രീയത്തിൽ. ഇനിയിപ്പോൾ ഫർദറായിട്ട് ഇനിയൊരു കാലത്ത് ഒരുപക്ഷെ സ്റ്റാലിൻ്റെ മകൻ കയറി വരുന്നു, വിജയ് മറ്റൊരു ഭാഗത്ത് കയറി വരുന്നു. അങ്ങനെ ഒരു രണ്ട് പോളറൈസ്ഡ് ആയിട്ടുള്ള ഒരു പഴയ ഒരു ലെവലിലേക്ക് തമിഴ്നാട് രാഷ്ട്രീയം പോവോ ഇല്ലയോ എന്ന് പറയാൻ പറ്റില്ല. ഇത്തവണ വിജയ് അധികാരത്തിലെത്തുന്ന നിലയിലൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല എന്നുള്ള 100% ഉറപ്പാണ്. DMK സഖ്യം വീണ്ടും അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് എൻ്റെ ഒരു മനസ്സിലാക്കൽ. അജിംസ് എന്താണ് കരുതുന്നത്? അതായത് വിജയ് പിടിക്കുന്ന വോട്ടുകളുണ്ടല്ലോ, വിജയ്ക്ക് അധികാരത്തിൽ വരാൻ കഴിയില്ല എന്നത് എല്ലാവരും വിലയിരുത്തുന്നുണ്ട്. പക്ഷേ വിജയ് പിടിക്കുന്ന വോട്ടുകൾ ആർക്കാണ് ദോഷം ചെയ്യുക, ആർക്കാണ് ഗുണം ചെയ്യുക? ഈ മറ്റേ അഭിപ്രായ സർവേകളിൽ വിജയ്ക്ക് കൊടുക്കുന്ന ഏറ്റവും ഉദാരമായി കൊടുക്കുന്ന വോട്ട് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 20%. 20% വോട്ട് നേടിക്കൊണ്ട് ഒരു മൂന്നാം കക്ഷിയായി അവിടെ നിൽക്കും. അതർവൈസ് DMK-യുടെ പ്രധാനപ്പെട്ട ഒപ്പോസിഷൻ എന്ന് പറയുന്നത് AIDMK NDA സഖ്യമാണ്. ഇനി വിജയുടെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് നമുക്കറിയാം 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള ചെറുപ്പക്കാരാണ്. അദ്ദേഹത്തെ കാണാൻ വരുന്ന ക്രൗഡിനെ നോക്കിയാൽ തന്നെ അറിയാം ചെറുപ്പക്കാരാണ് കൂടുതലായിട്ട് വരിക. ആ വരുന്ന ആളുകൾ മുഴുവൻ വോട്ട് കിട്ടുമോ എന്നുള്ളത് മറ്റൊരു ക്വസ്റ്റ്യനാണ്.
ഒരു സിനിമാ താരം, ഒരു സൂപ്പർ താരം തമിഴ് രാഷ്ട്രീയത്തിൽ ഒരു നിർണായക രാഷ്ട്രീയ കക്ഷിയായി വരുമോ എന്ന് ചോദിച്ചാൽ എല്ലാവരും വളരെ പെട്ടെന്ന് യെസ് എന്ന് പറയും. കാരണം MGR ഉണ്ടല്ലോ, ജയലളിത ഉണ്ടല്ലോ, കരുണാനിധി ഉണ്ടല്ലോ, അങ്ങനെ പല പേരുകൾ പറയും, വിജയകാന്ത് ഉണ്ടല്ലോ, ശരത് കുമാർ വരെ ഉണ്ടല്ലോ, അങ്ങനെ പലരും രാഷ്ട്രീയത്തിൽ തിളങ്ങിയല്ലോ, അതുകൊണ്ട് വിജയ്ക്ക് തിളങ്ങിക്കൂടെ എന്ന് ചോദിക്കാം. പക്ഷേ ഇവരൊക്കെ വന്നത് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാര്യം. ഈ MGR എങ്ങനെയാണ് വലിയ രാഷ്ട്രീയക്കാരനായത്? MGR അദ്ദേഹത്തിൻ്റെ താരപ്രഭ കൊണ്ടുവന്ന ആളുകളെ ആകർഷിച്ച് വോട്ടുണ്ടാക്കി പാർട്ടി ഉണ്ടാക്കുകയല്ല ചെയ്തത്. നിലനിൽക്കുന്ന അതിശക്തമായ സംഘടനാ സംവിധാനവും അതിശക്തമായ ഐഡിയോളജിയുമുള്ള DMK എന്ന പാർട്ടിയിലേക്കാണ് അദ്ദേഹം വരുന്നത്. ഒരു പാർട്ടിയിലേക്ക് ഒരു സിനിമാ താരം വരുന്നത് പോലെയല്ല ഒരു സിനിമാ താരം മണ്ണിലിറങ്ങി പണിയെടുത്ത് ഒരു പാർട്ടി ഉണ്ട്. അത് രണ്ടും എൻ്റർലി ഡിഫറൻ്റ് ആണ്. വിജയ്ക്ക് ഇവിടെ എന്താണ് പ്രശ്നം? വിജയ് നേടുന്ന ഏറ്റവും വലിയ ചലഞ്ച് അത് തന്നെയാണ്. അദ്ദേഹത്തിന് ഒരു സംഘടനാ സംവിധാനമില്ല, ഗ്രാസ് റൂട്ട് ലെവലിൽ പ്രവർത്തിക്കാൻ ആൾക്കാരില്ല. അദ്ദേഹം ക്രൗഡ് പുള്ളറാണ്. യെസ്, ആ വരുന്ന ആളുകൾ മുഴുവൻ അദ്ദേഹത്തിന് വോട്ട് ചെയ്യുമോ എന്ന് ഉറപ്പിക്കാൻ പോലുള്ള സംഘടനാ സംവിധാനം അദ്ദേഹത്തിനില്ല. അതാണ് അദ്ദേഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. അതേസമയം ഇതൊരു 20% വോട്ട് അദ്ദേഹത്തിന് കിട്ടുകയാണെങ്കിൽ അത് എന്തായി മാറും എന്നുള്ളതാണ്, ഈ തെരഞ്ഞെടുപ്പിൽ എന്തായി മാറും എന്നുള്ളതാണ്. അതൊരു സ്പോയിലറായി മാറും എന്നുള്ളതാണ്. കാരണം DMKക്കെതിരെ സ്വാഭാവികമായ ഒരു ആൻറ്റി ഇൻകമ്പൻസി അവിടെ ഉണ്ട്. ആ ആൻറ്റി ഇൻകമ്പൻസി ആർക്ക് പോകേണ്ടതാണ്? ADMK പോകേണ്ടതാണ്. അതിൽ ഒരു വിഭാഗം വോട്ട്, അതിൽ 15 മുതൽ 20% വരെ വോട്ട് പിടിക്കുക എന്ന് പറഞ്ഞാൽ DMK പുഷ്പം പോലെ അധികാരത്തിൽ വരുമെന്ന് മാത്രമാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ ഈ നിലവിൽ അദ്ദേഹം അങ്ങനെ എമർജ് ചെയ്ത് വരികയാണെങ്കിൽ അത് നല്ല കാര്യം. അടുത്ത തെരഞ്ഞെടുപ്പിലെങ്കിലും അദ്ദേഹത്തിന് ഒരു മുഖ്യ പ്രതിപക്ഷമാകാൻ കഴിയട്ടെന്ന് ആശംസിക്കാം. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ വിജയ് ഒരു സ്പോയിലറാണ്. നിഷാദ്, ഇന്ത്യ മുന്നണി അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ മത്സരിക്കുന്നൊരു സംസ്ഥാനമാണ് തമിഴ്നാട്. അവിടെ CPM-ഉം പിന്നെ കോൺഗ്രസും ഈവൻ SDPയും ഒക്കെ ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നേരിടുന്ന രംഗമാണ് തമിഴ്നാട്ടിലുള്ളത്. അപ്പോൾ അവരുടെ വിജയം അല്ലെങ്കിൽ അവരുടെ പരാജയം അത് രാജ്യത്ത് വലിയ എന്താ പറയുക ഒരു പ്രതിഫലനം ഉണ്ടാക്കില്ലേ? സത്യത്തിൽ ആ നിലയ്ക്കുള്ള ഒരു ത്രട്ട് അവർ നേരിടുന്നില്ല. നേരത്തെ മറ്റു രണ്ടുപേരും പറഞ്ഞതുപോലെ അവിടെ DMK സഖ്യം മികച്ച കോൺഫിഡൻസിലാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇപ്പം അവിടെ ആകെപ്പാടെ നമ്മളെല്ലാവരും ചോദിക്കുന്ന ചോദ്യം വിജയ് അവിടെ ഭയങ്കര നേട്ടം ഉണ്ടാക്കാൻ പോകുന്നുള്ളതാണ്. അങ്ങനെ വിജയ്ക്ക് ഒരു നേട്ടം ഉണ്ടാക്കണമെങ്കിൽ നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ ഒരു ഇഷ്യൂ അവിടെ ഉണ്ടാവണം. ഈ സർക്കാർ ആകെപ്പാടെ അഴിമതിയാൽ ജീർണിച്ചിരിക്കുന്നു, ഈ ഭരണകൂടം ഇറങ്ങിപ്പോകണം, ഇതിനൊരു പരിഹാരം ഉണ്ടാവണം, സംസ്ഥാനത്തെ രക്ഷിക്കാൻ നമുക്കൊരു നായകനെ വേണം എന്ന് പറയുന്ന ഒരു ഏജൻസി ഉണ്ടല്ലോ. അങ്ങനൊരു സംഗതി സത്യത്തിൽ തമിഴ്നാട്ടിലില്ല. തമിഴ്നാട്ടിലെ ഭരണകൂടം ആകമാനം അൺപോപ്പുലർ ആയിരിക്കുന്നു, സ്റ്റാലിൻ ഇറങ്ങിപ്പോകണമെന്ന് പറയുന്ന വലിയ ജനവിരുദ്ധ വികാരം ഉണ്ടാകുന്നു, അതൊന്നുമില്ല. അപ്പോൾ ഇഷ്യൂലെസ് ആണ് സത്യത്തിൽ. ഈ ഒരു പ്രത്യേകിച്ചൊരു ഇഷ്യൂ ഇല്ലാത്തൊരു കളത്തിലേക്കാണ് ഇപ്പോൾ വിജയ് ചാടി വീണിരിക്കുന്നത്. എന്നിട്ട് വിജയ് പറയുകയാണ് BJPയും DMKയും ഒരുമിച്ചാണ്, ഒരേ തൂവൽ പക്ഷികളാണ് എന്ന് പറയുമ്പോൾ അത് എടുക്കാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു പരിസരം ഇന്ന് തമിഴ്നാട്ടിലോ ഇന്ത്യയിലോ ഇല്ല. കാരണം എന്താണ്? ഏറ്റവും അഗ്രസീവായി നരേന്ദ്രമോദി അഡ്മിനിസ്ട്രേഷനോട് പൊരുതിക്കൊണ്ടിരിക്കുന്ന രണ്ട് മുഖ്യമന്ത്രിമാരിൽ ഒരാളാണ് MK സ്റ്റാലിൻ. നമുക്കറിയാം, ഒന്ന് മമതയും. നിരന്തരമായി അദ്ദേഹം ഇപ്പോൾ ഏറ്റവും അവസാനത്തെ ബില്ല് കത്തിച്ച് കളയുന്ന ആ സ്റ്റില്ല് ഇന്ത്യയിൽ ആകമാനം ട്രെൻഡിങ് ആയി. അപ്പോൾ വിജയ് പറയാൻ ശ്രമിക്കുന്ന ഒരു പോയിന്റ് ഇതാണ്, എന്താണ്? ഇദ്ദേഹം BJPയുമായിട്ട് കൂട്ടുകൂടി തമിഴ്നാടിന് കിട്ടേണ്ട സംഗതികളൊക്കെ ഇല്ലാതാക്കുകയാണ്. പക്ഷേ അതിനെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ കഴിയുന്ന സംവിധാനം എന്ന് പറയുന്ന ആർക്കുണ്ട്? DMKക്ക് ഉണ്ടെന്ന് മാത്രമല്ല, DMK അതിൽ കേന്ദ്ര വിരുദ്ധത പ്ലസ് ദ്രവിഡിയൻ ആശയം ഇത് രണ്ടിലും ഉറച്ചവിടെ നിൽക്കുകയാണ് എന്ന് കാണാം. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഒരു മാറ്റം അത്രമേൽ തമിഴർ ആഗ്രഹിക്കുന്ന ഒരു സന്ദർഭത്തിലല്ല വിജയ് വന്നിറങ്ങുന്നത് എന്നാണ് പ്രധാനപ്പെട്ട വിജയ് നേരിടുന്ന ക്രൈസിസിലൊന്ന്. രണ്ട്, വിജയ് പറയാൻ ശ്രമിക്കുന്നത് പെരിയോറുടെ പേരമകൻ എന്ന് പറയുന്ന അദ്ദേഹം അതേ ഐഡിയോളജിയാണ് അപ്പുറത്തെ ഏറ്റവും നന്നായിട്ട് ഗ്രാസ് റൂട്ട് ലെവലിൽ അവർ എന്തിനാണ് പെനട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തൊരു കാര്യമുണ്ട്. ഇപ്പോൾ വിജയ് വരുന്ന പരിപാടിയിലൊക്കെ വൻ ജനക്കൂട്ടമുണ്ട്, ആയിരക്കണക്കിന് ആളുകൾ. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ, അദ്ദേഹത്തിൻ്റെ പ്രചാരണ ഗാനങ്ങളൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആണ്. മില്യൺസ് ഓഫ് ആൾക്കാരാണ് കാണുന്നത്. ഇൻസ്റ്റഗ്രാമിൽ പോയാൽ അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ക്യാമ്പയിൻ ചെയ്യുന്ന ആൾക്കാരും അല്ലാതെ അദ്ദേഹത്തിൻ്റെ ആരാധക യുവാക്കളൊക്കെ ചെയ്യുന്ന പലതരം വീഡിയോകളുണ്ട്. അതൊക്കെ ഭയങ്കരമായി ട്രെൻഡിങ് ആണ്. പക്ഷെ ഒരു ചോദ്യം ഇതുണ്ട്, ഇത് വിജയ് വരുമ്പോൾ വിജയെ കാണാൻ വേണ്ടി പുഴ നീന്തി വന്നവർ, നാട് കടന്ന് വന്നവർ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരെ കാണാം. അവർ വിജയെ കാണാൻ വന്നവരാണ്. അല്ലാതെ വിജയ് ഒരു സ്ഥാനാർത്ഥിയെ അവിടെ നിർത്തിയിട്ട് പോയിരിക്കുന്നു, ആ സ്ഥാനാർത്ഥിക്കും പോയി വോട്ട് ചെയ്യണമെന്നുള്ള മൂടല്ല. അവർ താരാരാധകരാണ്, ആ വ്യക്തിയോടുള്ള ആരാധന കൊണ്ട് വന്നവരാണ്. ആ വ്യക്തിയെ വിജയ് ജയിക്കും എന്ന് വിചാരിക്കാം. അല്ലാതെ വിജയ് ഈ സംസ്ഥാനത്ത് എല്ലായിടത്തും നിർത്തിയിരിക്കുന്ന ആളുകൾക്കെല്ലാം വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രതിബദ്ധതയോടെ വരുന്നവരല്ല ഈ ആൾക്കൂട്ടം. ഈ ആൾക്കൂട്ടം തങ്ങൾ ഇത്രയും കാലം അഭ്രപാളിയിൽ മാത്രം കണ്ടിരുന്ന ഞങ്ങളുടെ ആരാധ്യ പുരുഷനായ മനുഷ്യനെ നേരിക്കാണാനും അദ്ദേഹം കൈ ഉയർത്തുമ്പോൾ തിരിച്ച് കൈ ഉയർത്താനും വന്ന ആൾക്കൂട്ടമാണ്. ആ ആൾക്കൂട്ടം വോട്ട് ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല എന്ന് മാത്രമല്ല, സ്റ്റാലിൻ ഭരണകൂടം കഴിഞ്ഞ ഒരു 5 വർഷത്തെ അവരുടെ ഒരു സമയം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വെൽഫെയർ പ്രോജക്റ്റുകളുടെ കാര്യത്തിൽ അപ്പോൾ അവർ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറയുകയാണ് 3000-ലധികം അമ്പലങ്ങളാണ് ഞങ്ങൾ പുനരുദ്ധരിച്ചത്, ഞങ്ങൾ ഗംഭീരമാക്കിയത്. എന്ന് വെച്ചാൽ അവിടെ അഷ്ടിക്ക് വകയില്ലാത്ത തിരിതെളിയാത്ത അമ്പലങ്ങളൊന്നും ഇല്ലാത്ത വിധം ഞങ്ങൾ അവിടുത്തെ ഈ പറഞ്ഞ വിശ്വാസ സംഹിത ഏർപ്പാടുകളെ കംപ്ലീറ്റ് പുനരുദ്ധരിച്ച ഒരു ഗവൺമെൻറ്റാണ്. നമ്മൾ ഡാറ്റ നോക്കുമ്പോൾ ശരിയുമാണ്. ആ ഞങ്ങളോടാണ് BJP വന്നിട്ട് നിങ്ങൾ ഹിന്ദു വിരുദ്ധരാണ് എന്ന് പറയാൻ ശ്രമിക്കുന്നത് പറയാണ്. വിദ്യാർത്ഥികൾക്ക് സ്റ്റാലിൻ്റെ പടം ഒട്ടിച്ച, അത് പണ്ട് കരുണാനിധിയുടെ പടം ഒട്ടിച്ചുകൊണ്ടായിരുന്നു, ലാപ്ടോപ്പുകളും അല്ലെങ്കിൽ പഠനോപകരണങ്ങളും അവർ കാര്യമായിട്ട് വിതരണം ചെയ്യുന്നു. ഒപ്പം തീവ്രമായി രാഷ്ട്രീയം പറയുന്നു.
DMK എന്ന് പറയുന്ന സംവിധാനം, അതിൻ്റെ സംഘടനാ സംവിധാനം പൊളിയരുത് എന്ന കാർക്കശ്യത്തിലാണ് സ്റ്റാലിൻ 5 വർഷവും പ്രവർത്തിച്ചത്. ഏറ്റവും താഴെത്തട്ടിലും പ്രവർത്തകരുണ്ടാവണം, താഴെത്തട്ടിൽ യൂണിറ്റുകൾ ഉണ്ടാവണം, ആ യൂണിറ്റുകൾ വരെ നിരന്തരമായ ആളുകൾ ഇടപെട്ടുകൊണ്ടിരിക്കണം എന്ന് പറയുന്ന ഒരു സംഘടനാ ശാഠ്യം ഉണ്ടായിരുന്നു. പ്ലസ് അഡ്മിനിസ്ട്രേഷനിൽ അവർ കാണിച്ച മികവുണ്ട്. അതിൻ്റെ കൂടെ അവർ രാജ്യത്ത് തന്നെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു പൊളിറ്റിക്സ് ഉണ്ട്, ആ പൊളിറ്റിക്സിന് കിട്ടുന്ന സ്വീകാര്യതയുണ്ട്. അതുകൊണ്ട് ഒരു സ്റ്റാലിൻ ഇറങ്ങിപ്പോകണം എന്ന് പറയാൻ കഴിയും. ആകെ പറയാൻ കഴിയുന്ന ഡൈനാസ്റ്റിയാണ് ഈ കുടുംബ ഭരണം പോകണം. അപ്പോൾ ആൾക്കാർക്ക് തിരിച്ചു ചോദിക്കാറുണ്ട്, നിങ്ങളൊരൊറ്റ സിനിമാ താരം എന്ന ഒറ്റ നേതാവിലല്ലേ വരുന്നത്, വേറെ ആരാ കൂടെ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. സോ അതുകൊണ്ട് വിജയ്ക്ക് എന്തെങ്കിലും ഒരു മാജിക് കാണിക്കാൻ കഴിയുന്ന പൂർണ്ണമായ അന്തരീക്ഷ സൗഹൃദം അദ്ദേഹത്തിന് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ വിജയ് കുറേ വോട്ട് നേടും. അത് അദ്ദേഹം തമിഴ്നാട്ടിലെ സമീപകാലത്തെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള താരമാണ്. ആ താരം ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും നേടണ്ടേ? ഇതിൽ മാത്രമല്ല അതിപ്പോൾ മറിച്ച് ആരെങ്കിലും അധികാരത്തിൽ വരികയാണെങ്കിൽ, തമിഴ്നാട്ടിൽ വരുന്നു എന്ന് പറയുന്നത് തന്നെ സൃഷ്ടിക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട സാധനം ഈ ഡൽഹിയുടെ സ്വാധീനം വരുന്നു എന്നുള്ളതാണ്. അവിടെ നിന്ന് തമിഴ്നാടിനുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ സംസ്ഥാനത്തിനെ കുറിച്ചുള്ള, അല്ലെങ്കിൽ അവരുടെ കൾച്ചറിനെ കുറിച്ചും അവരുടെ ഭാഷയെക്കുറിച്ചും ഒക്കെയുള്ള ആ അഭിമാനമാണ്. അതിൻ്റെ മേലെ ഏതെങ്കിലും തരത്തിലുള്ള കടന്നുകയറ്റങ്ങൾ വരുന്നു. എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി അവിടെ പോയപ്പോൾ ഈ കറുത്ത ഒരു ഛായ വന്നു എന്ന നിലയിലുള്ള ഒരു ഇതുപോലും വന്നത്? തമിഴ് അവിടെ എത്തിക്കഴിഞ്ഞാൽ അതായി മാറുക എന്നുള്ളതല്ലാതെ വേറൊരു തരത്തിലുള്ള കൾച്ചർ ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് ശരിയാക്കി കളയാം എന്നുള്ള മറ്റൊരു വാക്കി പറഞ്ഞാൽ മോദി ഭരിക്കുന്നിടത്തോളം സ്റ്റാലിനൊന്നും പേടിക്കേണ്ടതില്ല എന്ന് പറയാം. ഏതായാലും പ്രത്യേകിച്ച് ഒരു ഐഡിയോളജി ഒന്നും പറയാൻ കഴിയാത്ത വിജയ്ക്ക് അവിടെ വിജയിക്കാൻ സാധിക്കില്ല എന്ന് തന്നെ തമിഴ്നാട് വിലയിരുത്തുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം DMK പറയുന്ന ഐഡിയോളജിയെ എതിർക്കാൻ എന്ത് ഐഡിയോളജിയാണ് വിജയ്ക്ക് മുന്നിൽ വെക്കാനുള്ളത് എന്നാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഭരണത്തിനെതിരെയുള്ള ഗീർവാണ പ്രസംഗങ്ങൾക്കപ്പുറത്തേക്ക് ഒന്നും തന്നെ കൊണ്ടുവരാൻ വിജയ്ക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് അവിടെ നിന്ന് വരുന്ന ചിത്രം. പക്ഷേ ഇടയ്ക്കൊരു കാര്യമുണ്ട് കേട്ടോ, ഈ എടപ്പാടി പളനിസ്വാമി സംസ്ഥാനം ഒട്ടാകെ പര്യടനം നടത്തുന്നുണ്ട്. അത് തീരെ ആൾ കുറവാണ്, ആൾ കൂടുതലുള്ള വിജയുടെ പരിപാടിക്കാണ്. അപ്പോൾ ആ നിലയ്ക്കുള്ള ഒരു ഇത് പ്രതീക്ഷിക്കണം. AIDMKയിൽ നിന്ന് ഒഴുകി പോകുന്ന വോട്ടുകൾ ആയിരിക്കണം പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം വിജയുടെ.